നമസ്കാരം പ്രിയമുള്ളവരെ, ഞാൻ നിലമ്പൂർ ശ്യാം സുന്ദറാണ്, നോവലിസ്റ്റ്. സാഹിത്യ ലോകത്തിലെ മുടിചൂടാമന്നനായ ബഹുമാനപ്പെട്ട ശ്രീ MT വാസുദേവൻ നായർ എല്ലാവർക്കും ഇനിയൊരു ഓർമ്മ മാത്രമാണ്. ആ ഓർമ്മയിലെ ഒരു സ്വപ്നം പോലെ തോന്നിയ ചില നിമിഷങ്ങൾ ഞാനും അദ്ദേഹവുമായി ഉണ്ടായ അനുഭവമാണ് ഞാനിവിടെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. സാക്ഷാൽ ശ്രീ MT വാസുദേവൻ നായർ അദ്ദേഹം ഞാൻ 25 വർഷങ്ങൾക്ക് മുമ്പേ മഹാറാണി ഹോട്ടൽ, കോഴിക്കോടുള്ള മഹാറാണി ഹോട്ടൽ അല്ലെങ്കിൽ ബാർ, ആ ബാറിലെ ഒരു ജീവനക്കാരനായിരുന്നു ഞാൻ, ഒരു വെയിറ്റർ. അങ്ങനെ പതിവ് പോലെ എല്ലാവർക്കും ഫുഡ് സപ്ലൈ ചെയ്യുന്ന സമയത്താണ് ഞാൻ MT വാസുദേവൻ നായർ എന്ന ആ മഹാമനുഷ്യനെ ഞാൻ ഫുഡ് എത്തിക്കാൻ വേണ്ടി റൂമിൽ കയറിയത്. അദ്ദേഹം മാത്രമല്ല, ശ്രീ കവി അയ്യപ്പൻ അടക്കമുള്ള ഒരു മഹാസംഗമം തന്നെയാണ് അന്ന് അവിടെ നടന്നത്. ഞാനും ഒരു ചെറിയൊരു എഴുത്തുകാരനാണെന്നും കുത്തിക്കുറിക്കാറുണ്ടെന്നും പറഞ്ഞപ്പോൾ അദ്ദേഹം ഒന്ന് ചിരിച്ചു. അദ്ദേഹം പറഞ്ഞ ഒരു ഉപദേശം ഇതാണ്: നാണം, മാനവും ഭയവും ഈ മൂന്നും എന്ന് വർജിക്കുന്നുവോ എങ്കിൽ ഒരു സാഹിത്യകാരനെ സമൂഹത്തിൽ നിലനിൽപ്പുണ്ടാവും. സമൂഹം എന്ത് പറയുന്നു, എങ്ങനെ വിലയിരുത്തുന്നു എന്നത് നമ്മൾ നോക്കരുതെന്ന്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഇത്തിരി സമയം ഈ വെയിറ്ററായി ജോലി ചെയ്ത ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് ആദ്യമായിട്ട് അദ്ദേഹം തന്ന ഒരു അര ഗ്ലാസ് ബിയർ, ആ ബിയറാണ് ഞാൻ അന്ന് ആദ്യമായി കഴിച്ചത്. അദ്ദേഹം ആ ബിയർ തന്നപ്പോൾ ഒരു ഉപദേശവും തന്നു: ഒരിക്കലും ഒരു മദ്യപാനി ആവരുത് എന്നെ പോലെ. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിനെ പോലെ ഒരു മദ്യപാനി ആവരുത്, ആയാൽ ശരീരത്തിന് കേടുപാടുകൾ സംഭവിക്കും, കൂടെ കൂടെ ആശുപത്രി വാസം. നമ്മൾ 2 മാസക്കാലമാണ് ഈ മഹാറാണി ഹോട്ടലിൽ ഞാൻ ജോലി ചെയ്തത്. ഈ 2 മാസത്തിനിടയിൽ പലതവണ ബഹുമാനപ്പെട്ട ശ്രീ MT വാസുദേവൻ നായർ സാറിനുമായിട്ട് എനിക്ക് കുറച്ച് സമയമെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെ ചെലവഴിക്കാൻ സാധിച്ച ഒരാളാണ് ഞാൻ. 3 പുസ്തകങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അദ്ദേഹത്തിനോട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി അടുത്ത പുസ്തകം എഴുതുമ്പോൾ വരിക, ഞാൻ കോഴിക്കോട് കൊട്ടാരം റോട്ടിലുള്ള സിത്താരയിലുണ്ടായിരിക്കും, വന്നോളൂ, എൻ്റെ ചെറിയൊരു ആശംസ ഞാൻ തരാം എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ നേതൃത്വത്തിലുള്ള നിലമ്പൂർ സ്നേഹാലയത്തിനും നിലമ്പൂർ സാഹിത്യവേദിക്കും അതുപോലെ നിലമ്പൂർ ശ്യാം സുന്ദർ എന്ന പേരിൽ എനിക്കും അദ്ദേഹത്തിൻ്റെ ഒരു എളിയ ആശംസ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കസവുത്തട്ടം എന്ന നോവലിന് അദ്ദേഹത്തിൻ്റെ ഒരു പ്രൗഢഗംഭീരമായ ഒരു അവതാരികയും എനിക്ക് പിന്നീട് കിട്ടി. അങ്ങനെ അദ്ദേഹത്തിനെ കാണാൻ അദ്ദേഹത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് പിന്നീട് ഒരിക്കൽ ഞാൻ പോവുകയുണ്ടായി. ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പേ കൊട്ടാരം റോഡിലുള്ള അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുമ്പോൾ അദ്ദേഹം ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു. പുറത്തേക്ക് ഇറങ്ങുക, കണ്ണിന് വയ്യ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങേക്ക് എന്നെ ഓർമ്മയില്ലേ, ഞാൻ പുതുവാതിയാർമഠം കൊട്ടാരത്തിൽ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാട് നിലമ്പൂർ ശ്യാം സുന്ദർ എന്ന പേരിൽ പുസ്തകം എഴുതാറുണ്ട് എന്ന് പറഞ്ഞു. ഈ നിലമ്പൂർ ശ്യാം സുന്ദർ എന്നാണോ അങ്ങയുടെ ഇട്ട പേരെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് നിലമ്പൂരിലാണ് വീട്, ശ്യാമസുന്ദരൻ എന്നാണ് എന്നെ വീട്ടിൽ വിളിക്കുക, അങ്ങനെയാണ് നിലമ്പൂർ ശ്യാം സുന്ദർ ആയത് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മഞ്ഞ് എന്ന പുസ്തകം എഴുതിയപ്പോൾ അങ്ങനെ ഫാറൂഖ് കോളേജിൽ നിന്ന് അദ്ദേഹം ഇങ്ങനെ ഒരു അരുവിൽ കൂടി ഇങ്ങനെ പോവുകയായിരുന്നു. എന്നോട് അന്ന് അവിടെ വെച്ച് പറഞ്ഞൊരു വാക്കാണ്. അപ്പോൾ ചില ആളുകൾ മഞ്ഞും കട്ടേക്കൂ എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിനെ പലതവണ കൂക്കാറുണ്ട്. അദ്ദേഹം കൂകി വിളിച്ചത്രേ അദ്ദേഹത്തിനെ. അപ്പോൾ ഇതുപോലെ സാഹിത്യവുമായി ബന്ധപ്പെട്ട് നടക്കുമ്പോൾ ഒരുപാട് ആളുകൾ നമ്മളെ പരിഹസിക്കും, അത് ചിലപ്പോൾ ഉപദ്രവിക്കും. കാരണം അറിവില്ലാത്തവരാണ്, അല്പപ്രാണികളും അല്പജ്ഞാനികളുമാണ് അവർ. എന്നാൽ ഒരു എഴുത്തുകാരൻ, ഒരു സാഹിത്യകാരന്മാർ ഒരിക്കലും തന്നെ ആരുടെ മുമ്പിലും പതറാറില്ല, ആരുടെ മുമ്പിലും അവർ തലകുനിക്കാറുമില്ല. അതാണ് സാഹിത്യകാരന്മാർ. എല്ലാ സാഹിത്യകാരന്മാരും മുകളിൽ നിന്നും താഴേക്ക് നോക്കും, കാരണം ഓരോ ആളുകൾ പരക്കം പായുന്നത് കാണാം. അദ്ദേഹം പറഞ്ഞ വാക്കാണ്. എന്നാൽ സാഹിത്യകാരന്മാർ മുകളിലേക്ക് നോക്കി നെടുവിടാറില്ല. അത് സാധാരണക്കാർ മാത്രമാണ് മറ്റുള്ളവരുടെ ഉയർച്ചയും അവരുടെ ആ പ്രൗഢിയും പ്രതാപവും പണവും കണ്ടിട്ട് കണ്ണു മഞ്ഞളിച്ച് അവർ നെടുവീർപ്പിടുക. എന്നാൽ സാഹിത്യകാരന്മാർ അപൂർവ ജീവികളാണ് എന്നൊരു സത്യം അദ്ദേഹം എന്നെ ധരിപ്പിച്ചു.
അങ്ങനെ അദ്ദേഹത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം കണ്ണ് ഡോക്ടറെ കാണാൻ വേണ്ടി പോകുമ്പോൾ ആ പോകുന്ന അദ്ദേഹം വീണ്ടും അകത്തേക്ക് വരുത്തി അദ്ദേഹത്തിൻ്റെ മകൾ അശ്വതി, പ്രിയ പത്നി, ഇവരെല്ലാം ഇനി ഞങ്ങൾക്ക് ചായയും പലഹാരമൊക്കെ തന്നു. ഞാനും എൻ്റെ ഭാര്യയും മക്കളും കൂടിയാണ് അന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയത്. അങ്ങനെ ഓംകാർ പി ശ്യാം സുന്ദർ എന്ന ഇയാൾ എൻ്റെ മോനാണ്. ഇയാൾ എഴുതിയ ഒരു ചെറിയൊരു കൃതിയാണ്. ആ കൃതി അദ്ദേഹത്തിനെ കൊണ്ട് ആശംസ എഴുതിക്കാൻ വേണ്ടി ഞങ്ങൾ പോവുകയുണ്ടായി പിന്നീട്. അങ്ങനെ അദ്ദേഹം അതിൻ്റെ ചെറിയൊരു ആശംസ അദ്ദേഹം നമ്മൾക്ക് തരികയുണ്ടായി ഒരു 2.5 മാസം മുമ്പ്. അങ്ങനെ ഇദ്ദേഹം പറഞ്ഞു തന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആ നിമിഷങ്ങൾ പ്രിയപ്പെട്ടവരെ പറയാതെ വയ്യ ഓരോ ഓർമ്മകളാണ്. കാരണം സാഹിത്യ ലോകത്തിൻ്റെ മുടിചൂടാമനനായ ശ്രീ MT ഇനിയൊരു ഓർമ്മ മാത്രമാണ്. എന്നാൽ എല്ലാവർക്കും വരും തലമുറയ്ക്ക് അദ്ദേഹം ഒരു കൗതുകം തന്നെയാണ്. കാരണം ലോക സാഹിത്യ ചരിത്രത്തിൽ തന്നെ എന്നും എക്കാലവും ഇടം പിടിച്ചിട്ടുള്ള പിടിക്കുന്ന ഒരു മഹാപ്രതിഭ തന്നെയാണ് ശ്രീ ബഹുമാനപ്പെട്ട MT എന്നത് ഒരു തർക്കവുമില്ല. എല്ലാ സാഹിത്യകാരന്മാർക്കും ഒരു രാഷ്ട്രീയമുണ്ട്. ഒരുവിധം രാഷ്ട്രീയക്കാരും കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയും ആശയക്കാരുമായിരിക്കും. അതിൽ പലരും തന്നെ ശ്രീ MT, ബഹുമാനപ്പെട്ട MT അടക്കം നിരീശ്വരവാദിയും യുക്തിവാദിയുമായിരുന്നു. എല്ലാവർക്കും അറിയാം. നിർമാല്യം സിനിമ കണ്ടാൽ മതി, ബോധ്യമാവും. എന്നാൽ അവസാന ഘട്ടത്തിൽ ജീവിതത്തിൻ്റെ അവസാന ഭാഗത്ത് തന്നെ ഇദ്ദേഹം ഒരു ഭക്തനായിരുന്നു, ശ്രീ ഗുരുവായൂരപ്പ ഭക്തൻ. അദ്ദേഹം അന്ത്യം ശരണം ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ശരണം പ്രാപിച്ച ഒരു മഹാപ്രതിഭ തന്നെയാണ്. കാരണം ജീവിച്ചിരിക്കുന്ന സമയത്ത് ആൾബലവും രാഷ്ട്രീയവും തലയ്ക്ക് പിടിക്കുമ്പോൾ സിരകളിൽ ഓടുമ്പോൾ ഈശ്വരനില്ല എന്നാണ് പൊതുവെ എല്ലാവരും പറയുക. എന്നാൽ ഒരു വയ്യായിക വന്നാൽ അന്ത്യം ശരണം നമ്മൾക്ക് ആരുമില്ല, ഭഗവാനേ ഉണ്ടാവുള്ളൂ എന്നൊരു തിരിച്ചറിവ് വന്ന ഒരു വ്യക്തിയാണെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അവസാനത്തിൽ അദ്ദേഹം രാഷ്ട്രീയപരമായ രീതിയിൽ കമ്മ്യൂണിസ്റ്റുകാരനുമല്ല കോൺഗ്രസ്സുകാരനുമല്ലായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു അനുഭാവിയായി അദ്ദേഹം മാറുകയുണ്ടായി അവസാനത്തിൽ. കാരണം ശ്രീ നരേന്ദ്രമോദിയുടെ ആ വരവും കാരണം രാജ്യത്തിൻ്റെ സുരക്ഷയും എല്ലാം അദ്ദേഹം ആശങ്കപ്പെട്ടിരുന്നു. എന്നാൽ പബ്ലിക്കിൻ്റെ ഇടയിൽ പറയാൻ വയ്യ. കാരണം എന്താണ്? കാരണം പബ്ലിക് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഭരണകൂടം വരെ അദ്ദേഹത്തിന് അനുകൂലമാവുന്നത് പ്രതികൂലമാവാൻ സാധ്യതയുള്ളത് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ അദ്ദേഹം എപ്പോഴും ശ്രീ നരേന്ദ്രമോദിയെ, കാരണം ഭഗവാൻ ശ്രീരാമചന്ദ്രനെ, അയോധ്യയിലെ രാമചന്ദ്രനെ 600 വർഷങ്ങൾക്ക് ശേഷം ശാപമോക്ഷം നൽകിയ ഒരു വ്യക്തിയാണ് ശ്രീ നരേന്ദ്രമോദി എന്ന് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. കാരണം ഭഗവാന് ശാപമോക്ഷം നൽകാൻ മനുഷ്യ രൂപത്തിൽ വന്ന ആരാണുള്ളത്? അതും 600 വർഷങ്ങൾക്ക് ശേഷം. അത് സാക്ഷാൽ നരേന്ദ്രമോദിയാണ്. അതുകൊണ്ട് മോദിയെ എന്നും സപ്പോർട്ട് ചെയ്യാനാണ് അദ്ദേഹം ഉള്ളുകൊണ്ട് ആഗ്രഹിച്ചത്, പ്രത്യക്ഷത്തിലല്ല പരോക്ഷമായിട്ട്. അതാണ് ശ്രീ MT സാറ്. അങ്ങനെ അദ്ദേഹവുമായുള്ള നർമ്മ സംഭാഷണം എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു സംഭവം തന്നെയാണ്. സാഹിത്യ ലോകത്തിലെ ആ പരമഭക്തനായ ശ്രീ MT വാസുദേവൻ നായർ, അദ്ദേഹം എന്തെല്ലാം എഴുതിയോ, 1ഉം 2ഉമല്ല, ആയിരക്കണക്കിന് സൃഷ്ടികളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നൽകാനും അദ്ദേഹത്തിന് ആത്മസമർപ്പണം ചെയ്തുകൊണ്ടും നമ്മൾ ഈ ഒരു കൊച്ചു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. MTയെക്കുറിച്ച് എത്ര പറഞ്ഞാലും തീരില്ല, പ്രത്യേകിച്ച് എന്നെപ്പോലൊരു അല്പജ്ഞാനിക്ക്. കാരണം എനിക്ക് 19 പുസ്തകങ്ങൾ എഴുതാനുള്ള പ്രചോദനമാണ് ബഹുമാനപ്പെട്ട ശ്രീ MT എന്ന ആ യുഗപുരുഷൻ. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്നും എക്കാലവും അദ്ദേഹത്തിന് നിത്യശാന്തി നൽകിക്കൊണ്ട്, ആത്മസമർപ്പണവും ആത്മശാന്തി നൽകിക്കൊണ്ട്, നിലമ്പൂർ സ്നേഹാലയത്തിൻ്റെയും നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെയും നിലമ്പൂർ സാഹിത്യവേദിയുടെയും ഈ എളിയ എഴുത്തുകാരനായ നിലമ്പൂർ ശ്യാം സുന്ദറിൻ്റെയും പ്രണാമം.